ഹായ് എവ്രി വൺ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എക്സലിലെ ഒരു കിഡിലൻ ഫംഗ്ഷനാണ്. നമുക്കറിയാം വി ലുക്കപ്പിന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് അല്ലേ? അതായത് ലെഫ്റ്റിലേക്ക് ലുക്കപ്പ് ചെയ്യാൻ പറ്റില്ല, അതുപോലെ തന്നെ മൾട്ടിപ്പിൾ ക്രൈറ്റീരിയാസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, നമ്മൾ ഇപ്പോൾ ഫോമുലയൊക്കെ സെറ്റാക്കിയെന്നിരിക്കട്ടെ, അതിൽ നിന്ന് നമ്മുടെ ടേബിളിൽ നിന്ന് ഒരു കോളം നമ്മൾ ഡിലീറ്റ് ചെയ്യുകയാണെങ്കിൽ അത് നമ്മുടെ ഫോമുലേനെ അഫക്റ്റ് ചെയ്യുകയും നമുക്ക് കിട്ടിയ ആൻസർ റോങ് ആവുകയും ചെയ്യും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ വി ലുക്കപ്പിൽ ഫേസ് ചെയ്യുന്നവരാണ്. ഇതൊക്കെ ഇല്ലാണ്ടാക്കി നമുക്ക് വളരെ കൃത്യമായിട്ട് റിസൾട്ട് തരുന്ന ഒരു ഫംഗ്ഷനാണ് നമ്മുടെ ഡിഗറ്റ് ഫംഗ്ഷൻ. അത് മാത്രമല്ല, ഒരുപാട് യൂസേഴ്സ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. സ്റ്റാർട്ട് ചെയ്യാം. ഡിഗറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി അതൊരു ഡാറ്റാബേസ് ഫംഗ്ഷൻ ആണ്. അതിന് ലാർജ് ഡാറ്റയെ ഹാൻഡിൽ ചെയ്യാനുള്ള കഴിവുണ്ട്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഞാനിവിടെ എംപ്ലോയി നെയിം ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ എംപ്ലോയി ഐ ഡിയും ഇട്ടിട്ടുണ്ട്. വർക്കിംഗ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാനിവിടെ ഒരു എംപ്ലോയി നെയിം ഇടുകയാണ്, സ്മിത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു എംപ്ലോയി നെയിം ഇടുകയാണ്. എനിക്ക് ഈ എംപ്ലോയിന്റെ ഐ ഡി ഇവിടെ റിട്ടേൺ ആവണം. അതിന് ഞാനിവിടെ ഡിഗറ്റ് ഫംഗ്ഷൻ ആണ് യൂസ് ചെയ്യുന്നത്. ഐ ഡി എന്ന് പറയുന്നത് എന്തിനാണ് ഞാനിവിടെ ഐ ഡി തന്നെ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഐ ഡി ഇരിക്കുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഗറ്റ് ഫംഗ്ഷൻ എങ്ങനെയാണ് ലെഫ്റ്റ് സൈഡിലേക്ക് വർക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മളിപ്പോൾ വി ലുക്കപ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് ഈ വാല്യൂ ഒരിക്കലും റിട്ടേൺ ആവില്ല, കാരണം ഇത് ലെഫ്റ്റ് സൈഡിലാണ്. അതായത് നമ്മുടെ കിട്ടേണ്ട വാല്യൂ, റിട്ടേൺ വാല്യൂ എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലാണ് വരുന്നത്. സോ അതൊരിക്കലും റിട്ടേൺ ചെയ്യില്ല. അപ്പോൾ ഞാനിവിടെ ഡിഗറ്റ് യൂസ് ചെയ്തിട്ട് ഡിഗറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ദെൻ ടാപ്പ് കീ യൂസ് ചെയ്ത് സെലക്ട് ചെയ്യുക, ദെൻ ഡാറ്റാബേസ് ഫീൽഡ് ക്രൈറ്റീരിയ, ഇങ്ങനെയുള്ള 3 ആർഗ്യുമെന്റ്സ് മാത്രമേ നമുക്ക് ഡിഗറ്റ് ഫംഗ്ഷൻ്റെ ഉള്ളിലുള്ളൂ. വളരെ ഈസി ആയിട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ആർഗ്യുമെന്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്, അതായത് നമ്മുടെ ഡാറ്റയുള്ള ആ ഒരു റേഞ്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ദെൻ കോമ ഇടുക. ഫീൽഡ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ റിട്ടേൺ ചെയ്യേണ്ട വാല്യൂ എന്താണ്? നമുക്ക് എംപ്ലോയി ഐ ഡി ആണ് വേണ്ടത്. അപ്പോൾ അത് ഏത് കോളമിലാണോ ഉള്ളത് അല്ലേ, ആ കോളത്തിൻ്റെ നമ്പർ 1 ആണ്. 1 എൻ്റർ ചെയ്ത് കൊടുക്കുന്നു. ദെൻ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് നമ്മളിവിടെ സിംപ്ലി നമ്മുടെ പേര് മാത്രം എൻ്റർ ചെയ്താൽ നമ്മുടെ ക്രൈറ്റീരിയ ആവില്ല. പക്ഷേ അതിൻ്റെ ഈ ഒരു ഹെഡർ ഉണ്ടല്ലോ, അതും കൂടി നമ്മൾ ക്രൈറ്റീരിയയിൽ കൊടുക്കണം. എംപ്ലോയി നെയിമും ഹെഡറും. മനസ്സിലായോ? എന്നിട്ട് നമ്മുടെ പാരന്തസിസ് ക്ലോസ് ചെയ്യുക, എൻ്റർ കീ പ്രസ് ചെയ്യുക. സ്മിത്തിൻ്റെ ഐ ഡി എന്ന് പറയുന്നത് 8 ആണ്. നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. 8 ആണ് അദ്ദേഹത്തിൻ്റെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെയാണ് ഡിഗറ്റ് ഫംഗ്ഷൻ വർക്ക് ചെയ്യുന്നത്. ഇനി നമുക്കിവിടെ വേറെ ആരുടെ പേര് വേണമെങ്കിലും നമുക്കൊന്ന് കൊടുത്തു നോക്കാം. മാറ്റിയിട്ട് ഞാനിപ്പോൾ ഫ്രാങ്ക് എന്ന് കൊടുക്കുകയാണ്. എൻ്റർ കീ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ 7 എന്ന് വന്നു. അപ്പോൾ ഏതൊരാളുടെ പേര്, ഈ ഒരു റേഞ്ചിലുള്ള ഏതൊരാളുടെ പേര് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എംപ്ലോയി ഐ ഡി നമുക്ക് റിട്ടേൺ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത് ലെഫ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്നത്. സെയിം വേ ഞാനൊരു കാര്യം പറയാം. ഈ ഡിഗറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേസ് സെൻസിറ്റീവ് അല്ല. ദാറ്റ് മീൻസ് നമ്മൾ ക്യാപിറ്റൽ ലെറ്റർ ആണോ സ്മോൾ ലെറ്റർ ആണോ അതൊന്നും ഇതിനൊരു വിഷയമല്ല, അത് വർക്ക് ചെയ്തോളും. ഞാൻ പറഞ്ഞുതരാം. ലിൻഡ എന്നിവിടെ നമ്മൾ എൻ്റർ ചെയ്ത് കൊടുത്തത് ക്യാപിറ്റൽ ലെറ്ററിലാണ്. എല്ലാ നെയിമും ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലാണുള്ളത്. അപ്പോൾ ഞാനിവിടെ ലിൻഡയുടെ നെയിം ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സ്മോൾ ലെറ്ററിൽ ഇട്ടിട്ട് എൻ്റർ ചെയ്ത് കൊടുക്കുകയാണ്. കംപ്ലീറ്റ് സ്മോൾ ലെറ്ററിൽ വർക്ക് ചെയ്യുമോ നോക്കാം. 5 കണ്ടോ? അപ്പോൾ ഇത് കേസ് സെൻസിറ്റീവ് അല്ല. ഓക്കെ. ദെൻ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് കാണാം നിയ എന്ന് പറഞ്ഞിട്ടാണ് പേരുള്ളത്. ഇത് ഡിഗറ്റ് ഫംഗ്ഷൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അത് പാർഷ്യൽ മാച്ച് കണ്ടാലും വർക്ക് ആയിക്കോളും. ജസ്റ്റ് ഒരു എക്സാമ്പിൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിസ എന്ന് മാത്രമാണ് ഞാനിവിടെ എൻ്റർ ചെയ്യുന്നത്. നിയ എൻ്റർ ചെയ്ത് കൊടുക്കുന്നില്ല. എൻ്റർ കീ പ്രസ് ചെയ്യുന്നു. 9 ആണ് എംപ്ലോയി ഐ ഡി റിട്ടേൺ ചെയ്തിരിക്കുന്നത്. നോക്കാം നമുക്ക്. 9 ആണ് നിയയുടെ എംപ്ലോയി ഐ ഡി എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ അത് കേസ് സെൻസിറ്റീവ് അല്ല, അതുപോലെ തന്നെ പാർഷ്യൽ മാച്ച് കണ്ടാലും വാല്യൂ റിട്ടേൺ ചെയ്തോളും. ഇപ്പോൾ 2 അഡ്വാൻറ്റേജസ് ആണ്. അതുമാത്രമല്ല, ലെഫ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ട്, മൾട്ടിപ്പിൾ കണ്ടീഷൻസ് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് എന്തിനുണ്ട്? നമ്മുടെ ഡിഗറ്റ് ഫംഗ്ഷന് ഉണ്ട്. ഇനി ഞാനിവിടെ ഈ ഫോമുലയിലേക്കൊന്ന് പോവുകയാണ്. അതായത് ഫസ്റ്റ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ആണ്, സെക്കൻഡ് ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഫീൽഡാണ്. ഈ ഫീൽഡ് എൻ്റർ ചെയ്ത് കൊടുക്കാൻ നമുക്ക് ഡിഫറെൻറ്റ് വേയ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് ഓരോന്നായിട്ട് ഡിസ്കസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു കോളം നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഈ ഫോമുല ബാറിൽ പോയിട്ട് വേറൊരു മെത്തേഡ് കാണിച്ചു തരാം. അതായത് ഇതൊന്ന് ഞാൻ ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാൻ കോഡ്സ് ഓപ്പൺ ചെയ്തു, അത് കഴിഞ്ഞ് കോഡ്സ് ക്ലോസും ചെയ്തു വെച്ചു. ദെൻ അതിൻ്റെ മിഡിൽ പോയിട്ട് നമ്മുടെ കോളം നെയിം എന്താണോ, അതായത് ഫസ്റ്റ് കോളത്തിൻ്റെ, അതായത് ഏതാണോ റിട്ടേൺ ചെയ്യേണ്ടത് അതിൻ്റെ കോളത്തിൻ്റെ ഹെഡർ എടുക്കുക. അതായത് EMP-ID എന്ന് പറഞ്ഞിട്ടാണ് ഇവിടെ ഉള്ളത്. അത് അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണേ. EMP-ID എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ദെൻ കോഡ്സ് ക്ലോസ് ചെയ്തിട്ടാണുള്ളത്. എൻ്റർ കീ പ്രസ് ചെയ്യുക. കണ്ടോ? നിസയുടെ 9 ആണ് ഉള്ളത്. ഓക്കെ. വേറെ ഏതെങ്കിലും ഒരാളുടെ നെയിം എൻ്റർ ചെയ്ത് നോക്കാം. ഫോർ എക്സാമ്പിൾ ജോൻ്റെത് എൻ്റർ ചെയ്യാം അല്ലേ. ജോ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. കണ്ടോ? 6 ആണ് ജോൻ്റെത്. അത് വർക്കാവും. ഓക്കെ. അപ്പോൾ ഇങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം. പക്ഷേ എന്താണ്, നമ്മൾ കറക്റ്റായിട്ട് അവിടെ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഇത് ഞാൻ ഇനി ഒന്ന് ഡിലീറ്റ് ചെയ്ത് കൊടുക്കുകയാണേ.
ഇനി മറ്റൊരു മെത്തേഡ് കൂടി ഞാൻ കാണിച്ചു തരാം. ഇതൊന്ന് കംപ്ലീറ്റ് സെലക്ട് ചെയ്ത് കൊടുത്തു, ഡിലീറ്റ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുണ്ടല്ലോ, അതായത് നമുക്ക് എന്താണോ റിട്ടേൺ ചെയ്യേണ്ടത് ആ തൊട്ട് മേലെയുള്ള അതിൻ്റെ ഹെഡർ, അതിൻ്റെ കോളം ഹെഡർ ആയിരിക്കുമല്ലോ ഇവിടെ ഉണ്ടാവുക, അതൊന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെയും നമ്മൾ എന്താണോ ടൈപ്പ് ചെയ്ത് കറക്റ്റ് ആയിരിക്കണം. എൻ്റർ അടിക്കുക. അപ്പോൾ 6 തന്നെയാണ് ജോയിൻ്റെ റിട്ടേൺ ആയിട്ടുള്ളത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇങ്ങനെ 3 മെത്തേഡിൽ നമുക്ക് നമ്മുടെ സെക്കൻഡ് ആർഗ്യുമെൻറ്റ് എൻ്റർ ചെയ്യാൻ പറ്റും. ദാറ്റ് മീൻസ് ഫീൽഡ് എന്ന് പറയുന്ന ആർഗ്യുമെൻറ്റ് എൻ്റർ ചെയ്ത് കൊടുക്കാനുള്ള 3 വേസ് ആണ് നമ്മളിവിടെ കണ്ടു കഴിഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ ലെഫ്റ്റിലേക്ക് വർക്ക് ചെയ്യുന്നത് കണ്ടു. ഇനി നമുക്ക് റൈറ്റിലേക്ക് വർക്ക് ചെയ്യുന്നത് കൂടി കാണാം. അതിനു മുൻപേ ഞാനിവിടെ ഒന്ന് നമ്മുടെ റെഫറൻസ് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ആബ്സല്യൂട്ട് റെഫറൻസ് യൂസ് ചെയ്യുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്? F4 എന്ന് പറയുന്ന കീ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കീബോർഡിൽ. ഓക്കെ, ലാപ്പ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ ഫംഗ്ഷൻ കീയും കൂടി പ്രസ് ചെയ്യണേ. അതായത് F4 പ്രസ് ചെയ്യുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എന്താണ് F4 അടിച്ചിട്ടും ഈ $സൈൻ വരുന്നില്ല എന്നുള്ളത്. അത് നിങ്ങൾ ഫംഗ്ഷൻ കീ കൂടി പ്രസ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, എന്നിട്ട് ഞാൻ എൻ്റർ അടിക്കുന്നു. ദെൻ ഇനി ഞാനിവിടെ എൻ്റർ ചെയ്ത് കൊടുക്കാൻ പോകുന്നത്, അതായത് ഇത് ഡിഗറ്റ് ഫംഗ്ഷൻ റൈറ്റിലേക്കും കൂടി വർക്ക് ആവുന്നത് കാണിക്കാൻ വേണ്ടിയിട്ട് ഡിപ്പാർട്ട്മെൻ്റ് ആണ് ഞാനിവിടെ എൻ്റർ ചെയ്യാൻ പോകുന്നത്. എനിക്ക് ആരുടെ ഡിപ്പാർട്ട്മെൻറ്റാണ്? ജോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഇവിടെ കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിങ്ങനെ ഫോമുല ഒന്ന് കോപ്പി ചെയ്ത് കൊടുക്കുകയാണ്. കണ്ടോ, മാർക്കറ്റിങ്ങിലാണ് ജോ വർക്ക് ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നോക്കാം, നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ജോയിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? മാർക്കറ്റിംഗ് ആണ്. അപ്പോൾ ഇങ്ങനെ റൈറ്റിലേക്കും എത്രണ്ണം വേണമെങ്കിലും നമുക്കിവിടെ, ഇനി ജോയിൻ്റെ മന്ത്ലി സാലറി വേണമെങ്കിൽ അതും കൂടി എൻ്റർ ചെയ്യാം. ഞാനിവിടെ ടൈറ്റിൽ എഴുതട്ടെ, മന്ത്ലി സാലറി. അത് വേണമെങ്കിൽ അതും കൂടി നമുക്കിവിടെ റിട്ടേൺ ചെയ്യാൻ പറ്റും. ജസ്റ്റ് ഒന്ന് ഫോമുല കോപ്പി ചെയ്ത് കൊടുക്കാം. കണ്ടോ, ജോയിൻ്റെ മന്ത്ലി സാലറി എത്രയാണ്? 66,580 ആണ് മന്ത്ലി സാലറി എന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഡിഗറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് വർക്ക് ആവുന്നത്. അപ്പോൾ നമുക്ക് എത്ര ഡാറ്റ വേണമെങ്കിലും ഇവിടെ കിട്ടുന്നതായിരിക്കും. നമ്മുടെ ടേബിളിലുള്ള ഏതൊക്കെ ഡാറ്റ വേണോ അതൊക്കെ നമുക്കിവിടെ കിട്ടുന്നതായിരിക്കും. അടുത്തതായിട്ട് ഡിഗറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് മൾട്ടിപ്പിൾ കണ്ടീഷൻസിൽ വർക്ക് ചെയ്യുക എന്നുള്ളത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എൻ്റെ കണ്ടീഷൻസ് കൊടുത്തിരിക്കുന്നത് എംപ്ലോയി ഐഡിയും ഡിപ്പാർട്ട്മെൻറ്റും ആണ്. എനിക്ക് റിട്ടേൺ ചെയ്യേണ്ടത് മന്ത്ലി സാലറിയാണ്. ഓക്കെ, അപ്പോൾ എത്ര കണ്ടീഷൻസ് ഞാൻ അപ്ലൈ ചെയ്യുന്നുണ്ട്? 2 കണ്ടീഷൻസ് ആണ്. ഒന്ന് എംപ്ലോയി ID 10 ഉള്ള ആളുടെ ഡിപ്പാർട്ട്മെൻറ്റ് മാർക്കറ്റിംഗ് ആണ്, അയാളുടെ മന്ത്ലി സാലറി ആണ് എനിക്കിവിടെ വരേണ്ടത്. ഓക്കെ, അപ്പോൾ 2 കണ്ടീഷൻ വെച്ചിട്ടാണ് ഞാനിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ കൊടുക്കുക എന്നുള്ളത് നോക്കാം. എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. ഈക്വൽ ടു ഇടുന്നു, ഡിക്കറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക, ടാപ്പ് കീ പ്രസ് ചെയ്ത് സെലക്ട് ചെയ്യുന്നു. നമ്മുടെ ഡാറ്റാബേസ് യൂഷ്വലി സെലക്ട് ചെയ്യുന്ന പോലെ അങ്ങ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ദെൻ കോമ ഇടുന്നു. അത് കഴിഞ്ഞിട്ട് എന്താണ്? ഫീൽഡാണ് വേണ്ടത്. എത്രയാണ് നമ്മുടെ ഫീൽഡ്? ഒന്നുകിൽ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. പക്ഷേ എന്താണ്, ഈ ഒരേ പേര് തന്നെ നമ്മളിവിടെ എൻ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണേ. അത് സെലക്ട് ചെയ്തു. ഞാൻ അവിടെ തന്നെയാണ് സെലക്ട് ചെയ്യുന്നത്. കോമ ഇട്ടു. ക്രൈറ്റീരിയ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. എന്താണ് നമ്മുടെ ക്രൈറ്റീരിയ? ഇപ്രാവശ്യം ഈ യെല്ലോ കളറിൽ കാണുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ കംപ്ലീറ്റ് ഇട്ട് തന്നത്. അപ്പോൾ ആ കംപ്ലീറ്റ് പോർഷനും നമ്മുടെ ക്രൈറ്റീരിയ എന്താണോ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത് അത് കംപ്ലീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്കിതാണ് സാലറി വന്നിട്ടുള്ളത്. നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. 10 ഉള്ള ആൾ മറിയയാണ്. മറിയയുടെ സാലറി എന്ന് പറയുന്നത് എത്രയാണ്? 89,760 ആണ്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആണല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് ഇത് മൾട്ടിപ്പിൾ കണ്ടീഷനിൽ വർക്ക് ആവുന്നത്. അപ്പോൾ മനസ്സിലായില്ലേ? ഇനി ഇതിൽ വരുന്ന പോസിബിൾ ആയിട്ടുള്ള എറേഴ്സിനെ പറ്റിയിട്ട് ഞാൻ പറയാം. അതായത് നമുക്ക് 2 ടൈപ്പ് ഓഫ് എറേഴ്സ് ആണ് മെയിൻലി ഡിഗറ്റ് ഫംഗ്ഷനിൽ കണ്ടുവരുന്നത്. അതായത് നം എററും അതുപോലെ തന്നെ വാല്യൂ എററും. എന്താണ് നം എറർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഇപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഒരു സപ്പോസ് ഞാനിവിടെ എംപ്ലോയി നെയിമിലേക്ക് പോവുകയാണെ. ഈ എംപ്ലോയി നെയിം എന്ന് പറയുന്നത് ഒരാളും കൂടി ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ അത് ഫോർ എക്സാമ്പിൾ ഞാനിവിടെ ഫ്രാങ്കിനെ മാറ്റിയിട്ട് ഫ്രാങ്കിനെയും കൂടി ജോ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്യാണ്. ജോ എന്ന് പറഞ്ഞിട്ട് എൻ്റർ ചെയ്തു. ദെൻ നമുക്ക് നം എററാണ് കിട്ടുക. അതായത് വെനെവർ ഇറ്റ് ഫൈൻഡ്സ് മോർ ദാൻ 1 സിമിലിയർ റെക്കോർഡ് ഇറ്റ് വിൽ റിട്ടേൺ നം എറർ. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ടൈമിലായിരിക്കും നം എറർ. അതായത് നമ്മൾ കൊടുക്കുന്നത് ഇവിടെ കണ്ടുപിടിക്കാൻ പറ്റില്ല, കാരണം 2 പേരുണ്ടല്ലോ. അപ്പോഴാണ് അത് നം എറർ റിട്ടേൺ ചെയ്യുക. then അതുപോലെ തന്നെ റിട്ടേൺ ചെയ്യുന്ന വേറൊരു എറർ എന്ന് പറയുന്നത് വാല്യൂ എററാണ്. ഞാനിതൊന്ന് അൺഡു ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ വേറൊരാളുടെ പേരാണ് ഇവിടെ എൻ്റർ ചെയ്യുന്നത്. സപ്പോസ് അതായത് ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വാല്യൂ എററിനെ പറ്റി പറഞ്ഞുതരാൻ വേണ്ടിയിട്ടാണ്. ഞാനിവിടെ ഇതിലില്ലാത്ത ഒരാളുടെ പേരാണ് കൊടുക്കുന്നതെന്ന് വിചാരിക്കുക. സപ്പോസ് ഞാനിവിടെ അഖിൽ എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്യുകയാണ്. അങ്ങനെയാകുമ്പോൾ നമുക്ക് കിട്ടുന്നത് വാല്യൂ എറർ ആയിരിക്കും. അപ്പോൾ അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത് എന്താണ്? അവിടെ നമ്മൾ കൊടുക്കുന്ന ആ ഒരു നെയിം എന്ന് പറയുന്നത് ഈ ഡാറ്റ റേഞ്ചിൻ്റെ ഉള്ളിൽ ഇല്ലെങ്കിൽ അത് റിട്ടേൺ ചെയ്യുന്നത് വാല്യൂ എറർ ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള 2 എറേഴ്സാണ് ഡിഗറ്റ് ഫംഗ്ഷനിൽ യൂഷ്വലി കണ്ടുവരുന്നത്. അപ്പോൾ ഡിഗറ്റ് ഫംഗ്ഷൻ എന്താണെന്ന് ക്ലിയർ ആയല്ലോ.